ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരുമായവരെ കുറിച്ചുള്ള പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പെസഹ വീടിനെ കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കുന്നത് ശ്രദ്ധിക്കുക. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. കർത്താവായ യേശുക്രിസ്തു പെസഹ കഴിച്ചു. അതിൻ്റെ ആവശ്യം തനിക്കുണ്ടായിരുന്നു. താൻ ദൈവമല്ലേ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമല്ലേ. പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരവുമാണ്. അതുകൊണ്ടാണ് യേശു ജനിച്ചത്, അതുകൊണ്ടാണ് യേശു ഭക്ഷണം കഴിച്ചത്, വളർന്നത്. അതുകൊണ്ടാണ് യേശു കരഞ്ഞത്, ദാഹിച്ചത്. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് യേശുവിനെ പരിച്ഛേദന കഴിപ്പിക്കാനിടയായത്. അതുകൊണ്ടാണ് യേശു പെസഹ കഴിച്ചത്. യേശു പെസഹ കഴിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനുശേഷം സ്ഥാപിച്ച തിരുവത്താഴം കഴിച്ചില്ല. പെസഹ എന്നുള്ളത് യഹൂദന്മാരുടെ ഒരു ഉത്സവമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആചരണമാണ്. യഹൂദ പശ്ചാത്തലത്തിൽ യേശു ജനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ പെസഹ കഴിക്കാനിടയായി. എന്നാൽ തിരുവത്താഴം വ്യത്യസ്തമാണ്. അത് യേശുവിൻ്റെ മരണത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് യേശു തിരുവത്താഴത്തിൽ നിന്ന് പങ്കെടുത്തില്ല. നിങ്ങൾ വാങ്ങി പങ്കെടുക്കുവിൻ, കഴിക്കുവിൻ എന്നാണ് പറഞ്ഞത്. വളരെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെയാണ് ഈ പെസഹയോടനുബന്ധിച്ച് നടന്നത്. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചെല്ലുക, നിങ്ങൾ നഗരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ വരുന്നത് കാണും. സാധാരണ സ്ത്രീകളാണ് വെള്ളം ചുമക്കുന്നത്, പക്ഷേ അതിന് വ്യത്യസ്തമായി ഒരു പുരുഷൻ വെള്ളം ചുമക്കുന്നു. പെസഹ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായതുകൊണ്ട് സമ്മറാണ്, വെള്ളമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ദൂരെയുള്ള ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഒരു പക്ഷേ ആ വീട്ടിലെ ദാസനായിരിക്കാം. ആ വെള്ളവുമായിട്ട് ചെല്ലുന്ന വീട്ടിൽ ചെന്ന വീട്ടുടയവനോട് ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നു, പെസഹ കഴിക്കാനുള്ള ശാല എവിടെ? അദ്ദേഹം ഒരു വൻമാളിക കാണിച്ചു തരും. ഇതിന് തുല്യമായൊരു സംഭവം മുമ്പ് നടന്നിട്ടുണ്ട്. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും. കഴുതയെ ആരും കെട്ടി വളർത്താറില്ല, കഴുതയെ അഴിച്ചു വിടാനാണുള്ളത്. കാരണം കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എവിടെ അഴിച്ചു വിട്ടാലും അത് തിരിച്ചു വരും. ആ കഴുതയാണ് ശിഷ്യന്മാർ അഴിച്ചുകൊണ്ട് വന്ന് യേശുവിന് സഞ്ചരിക്കാൻ കൊടുത്തത്. അതുപോലൊരു സംഭവമാണിത്. ഒരു പുരുഷൻ ഒരുകൂടെ വെള്ളം ചുമന്നുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറുന്നു. പുറകെ ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നു, പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു. ഈ വീട്ടുടയവൻ ഒരിക്കലും യേശുവിൻ്റെ അടുക്ക വന്നിട്ട്, ഈ കൊല്ലം എൻ്റെ വീട്ടിൽ പെസഹ കഴിക്കണം കേട്ടോ, ഞാൻ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞില്ല. പക്ഷേ യേശു സർവ്വജ്ഞാനത്തിൽ അത് മനസ്സിലാക്കി.
യേശു തൻ്റെ സർവ്വജ്ഞാനത്തിൽ ആ കഴുതയെ കെട്ടിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കിയതുപോലെ, അത് കർത്താവിന് കൊടുക്കാൻ നേർന്നത് മനസ്സിലാക്കിയതുപോലെ, തൻ്റെ ഭവനത്തിൽ തീർച്ചയായിട്ടും യേശു ദൈവമാണെങ്കിൽ സർവ്വജ്ഞാനത്തിൽ മനസ്സിലാക്കി വരണം എന്ന് തീരുമാനിച്ചാണ് അദ്ദേഹം ഒരുക്കങ്ങൾ ചെയ്തതും യേശുവിനെ അറിയിക്കാതിരുന്നതും. പക്ഷേ അത് മനസ്സിലാക്കിയ യേശു 2 ശിഷ്യന്മാരെ, ആ പത്രോസിനെയും യോഹന്നാനെയും പറഞ്ഞയച്ചിട്ട് എവിടെയാണ് ശാല എന്ന് ചോദിപ്പിക്കുകയാണ്. അദ്ദേഹം വിരിച്ചൊരുക്കിയ ഒരു വന്മാളിയെ കാണിച്ചു തരുമെന്ന് യേശു പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അവിടെ ചെന്നവർ പെസഹ കഴിക്കാൻ ഇടയായി. യേശു പറഞ്ഞു, ഇതെൻ്റെ അന്ത്യ പെസഹയാണ്. ഇനി ദൈവരാജ്യത്തിൽ മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ കഴിക്കുന്നതല്ലാതെ അതിനുശേഷം ഞാൻ കഴിക്കുകയില്ല. ഇത് കഴിഞ്ഞാണ് തിരുവത്താഴം. അതിൽ നിന്നൊരു അപ്പം എടുത്ത് അതിൽ നിന്നൊരു ഒരു പാത്രം വീഞ്ഞെടുത്താണ് തിരുവത്താഴം സ്ഥാപിച്ചത്. അത് കർത്താവ് പങ്കെടുത്തില്ല. അതിൽ യൂദയും പങ്കെടുത്തില്ല. പെസഹായിൽ യൂദ പങ്കെടുത്തു, കാരണം യഹൂദനാണ്. പക്ഷെ തിരുവത്താഴത്തിൽ പങ്കെടുത്തില്ല, കാരണം അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട ദൈവബോധത്തിലല്ല. രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാണ് തിരുവത്താഴം. അപ്പോൾ അതിൽ നിന്നൊരപ്പം എടുത്തു. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ വാങ്ങി പങ്കെടുക്കുക. അതിൽ നിന്നൊരു വീഞ്ഞെടുത്തു, ഒരു പാത്രം വീഞ്ഞെടുത്തു, നിങ്ങൾ കുടിക്കുക. പ്രിയപ്പെട്ടവരെ, അത് സഭയ്ക്കുള്ള ഒരാചാരമാണ്. ഒരപ്പമായിരിക്കണം, അതിൽ നിന്ന് എല്ലാവരും. ഒരു പാത്രം വീഞ്ഞായിരിക്കണം, അതിൽ നിന്ന് എല്ലാവരും. കാരണം കർത്താവ് നമ്മെ ദൈവത്തോട് മാത്രമല്ല ബന്ധിപ്പിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട കുറേ ആളുകളോടും മനുഷ്യരോടും നമ്മെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അവരുമായിട്ടൊരു കുടുംബ ബന്ധം, അതാണ് സഭ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരപ്പം എടുത്ത് ഒരു പാത്രം വീഞ്ഞെടുത്ത് ഈ തിരുവത്താഴം നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയാനിടയായത്. പ്രിയപ്പെട്ടവരെ, ആദിമസഭ യേശുവിനെ കൈക്കൊണ്ടു, സ്നാനപ്പെട്ടു. അതിനുശേഷം അപ്പോസ്തലന്മാരോട് ചേർന്നു, അപ്പോസ്തല ഉപദേശം കൈക്കൊണ്ടു, കൂട്ടായ്മയായിട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അതാണ് ലോകാവസാനം വരെയുള്ള ദൈവവ്യവസ്ഥ. അതുകൊണ്ട് ആ ദൈവവ്യവസ്ഥയോട് കീഴ്പ്പെടുവാൻ, ദൈവവചനത്തെ അനുസരിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.